വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി വയലൻസ് ഉള്ളൊരു സിനിമ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ചാനലിൽ വലിയ ചർച്ചയാണ്. എന്തിനിത്ര കൊലവറി, ഇതെന്താണ് ഈ കാണിക്കുന്നത്? ചർച്ചയോട് ചർച്ച. എന്തൊരു ഭയമാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ മനുഷ്യരൊക്കെ ഈ വയലൻസ് ഉള്ള സിനിമ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു സിനിമ വരുമ്പോൾ അത് കണ്ട് നശിച്ചു പോയാൽ എന്തു ചെയ്യും? ചാനൽ ചർച്ച തുടരുകയാണ്. ഉണ്ണിമൂന്തൻ അഭിനയിച്ച മാർക്കോ എന്ന സിനിമ ബേസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ ചർച്ചയാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമ വിജയിച്ചു. ആ സിനിമ ഇനിയുള്ള ദിവസങ്ങളിൽ ഹോളിഡേയ്സ് വരികയാണ്. ഇനി ഈ സിനിമ അങ്ങനെ ആരും കാണരുത്, ഭയങ്കര വയലൻസ് ആണ് എന്ന് കുറേ പേർക്കെങ്കിലും തോന്നിപ്പിച്ച് ആളുകളെ ആ തിയേറ്ററിൽ നിന്ന് അകറ്റിയാൽ കൊള്ളാം എന്നൊരു അജണ്ടയുടെ ഭാഗമാണോ ഈ ചർച്ച ഇപ്പോഴെന്ന് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വയലൻസ് ഉള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ദുൽഖർ സൽമാൻ അഭിനയിച്ച കൊത്ത, കിങ് ഓഫ് കൊത്ത എന്ന മറ്റുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാ സിനിമയും കാണുന്ന ആളല്ല. അങ്ങനെ ഒരു സിനിമ വന്നിരുന്നു. അതിനുശേഷം ഈ KGF എന്നൊരു സിനിമയില്ലേ, എന്തൊരു വയലൻസ് ആണ്. പിന്നെ വിനായകൻ വില്ലനായിട്ട് രജനീകാന്ത് നായകനായിട്ടൊരു സിനിമ വന്നു. എന്തൊരു വയലൻസ് ആണ്. ആളുകളെ ചുറ്റി കടിച്ചു കൊല്ലുന്നു, നേരെ ആസിഡുള്ള ബാരലിടുന്നു. അത് വയലൻസ് അല്ലായിരുന്നു. കമലഹാസന്റെ വിക്രമിനെ കുറിച്ച് വേറൊരു കാര്യം കൂടെ ഉണ്ട്. വിക്രമിനെ കുറിച്ച് പറയുമ്പോൾ വിക്രമനകത്ത് വേറൊരു നായകനുണ്ടല്ലോ. ഒരുപാട് നായകന്മാരുണ്ട്. ഒരു നായകൻ അടികൊണ്ട് വീഴുമ്പോൾ പുള്ളി പോക്കറ്റിൽ നിന്നൊരു പച്ച സാധനം എടുത്ത് കഴിക്കും. ഉടനെ പുള്ളിക്ക് എനർജി വരും. അത് മയക്കുമരുന്നിൻ്റെ പ്രൊമോഷനാണ്. അത്തരം ഒരു സീൻ എഴുതി ചേർക്കാൻ വേണ്ടി നിർമ്മാതാക്കൾക്ക് ഡ്രഗ് മാഫിയ കാശ് കൊടുത്തു എന്നൊരു അലിഗേഷൻ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചർച്ച ഉണ്ടായിരുന്നില്ല. ഇടുക്കി ഗോൾഡ് എന്നൊരു സിനിമ വന്നു. കഞ്ചാവിൻ്റെ ഉപയോഗത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സിനിമയായിരുന്നു. ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞാൽ കഞ്ചാവാണ്. അത് കൊള്ളാം, അത് ഉപയോഗിച്ചാൽ എന്തൊക്കെയോ പ്രത്യേക അനുഭൂതികളൊക്കെ ഉണ്ടാവും എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ വന്നപ്പോൾ മലയാള സിനിമയിൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനമോ എന്നൊരു ചർച്ച വന്നില്ല. എന്തിന്? ഹേമ കമ്മീഷൻ റിപ്പോർട്ടില്ലേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സ്ത്രീകളെ നോക്കി പിടിച്ചു മാന്തി എന്നുള്ളത് മാത്രമല്ല, മയക്കുമരുന്നിൻ്റെ ഉപയോഗം മലയാള സിനിമയിൽ വ്യാപകമാണെന്ന് പ്രത്യേകമായി അതിൻ്റെ കമ്മീഷനുള്ള എല്ലാവരും, കമ്മിറ്റിയിലെ എല്ലാവരും, ഹേമ കമ്മിറ്റിയിലെ എല്ലാവരും എഴുതിയിരുന്നു. അതേക്കുറിച്ച് ഒരൊറ്റ ചാനൽ ചർച്ച ചെയ്തില്ല. അപ്പോൾ ഇപ്പം മാത്രം ഒരു വെക്കേഷൻ വന്ന് ഒരു സിനിമ, ആളുകളൊക്കെ സിനിമാ തിയേറ്ററിലേക്ക് ക്രിസ്മസ് ന്യൂ ഇയറിന് പോകാൻ പോവാണ്. അപ്പോൾ ഒരു സിനിമ വന്നപ്പോൾ അതിനെ മാത്രം ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത് അതാ വയലൻസ് വന്നിരിക്കുന്നു എന്ന് ചർച്ച ചെയ്യുന്നത് അത്ര നിഷ്കളങ്കമാണോ എന്ന് ചോദിച്ചാൽ പ്രേക്ഷകർ ഉത്തരം പറയട്ടെ. കുറച്ച് മുമ്പ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു. ഇനി ആ ടീമിൻ്റെ തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയും വരുന്നുണ്ട്. ഇതൊക്കെ വയലൻസ് ഉള്ള പടമല്ലേ? അത്തരം കഥാപാത്രങ്ങളല്ലേ അതിലുള്ളത്? ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള പടങ്ങളൊക്കെ ഇവിടെ വന്ന് ഓടിയിട്ടുണ്ട്. ദ നൈറ്റ് കംസ് ഫോർ അസ്, ദ റെയ്ഡ്. ഒരു സിനിമയുടെ പേര് ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് തന്നെയാണ്. ഹോളിവുഡ് പടം റാംബോ, ട്രിപ്പിൾ ഫ്രോണ്ടിയർ, ഗ്രീൻ ഇൻഫെർണോ തുടങ്ങി ഇഷ്ടം പോലെ പടങ്ങളുണ്ട്. ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉണ്ണി മുകുന്ദൻ ഈ സിനിമയോട് കൂടി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവുന്നു. സൂപ്പർ സ്റ്റാർ ആകാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, ടോവിനോ തോമസ്, ഇങ്ങനെ ചില ആളുകളിലേക്കൊക്കെ സിനിമ വരികയാണ്. ഇപ്പോൾ സിനിമ അവരിലെ നിൽക്കാവുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിന് സൂപ്പർ സ്റ്റാർ അയാൾ വല്ല വലിയേട്ടനൊക്കെ ആയിട്ട് കരഞ്ഞ് മറ്റേ സഹോദരിയൊക്കെ നോക്കി നല്ല ഏട്ടനൊക്കെ ആയിട്ട് മാളികപ്പുറം ചെയ്താലും പ്രശ്നമാണ്. വർഗീയ പടമാണല്ലോ അത്. അതും ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ താല്പര്യങ്ങളുള്ള ആളുകൾ. ഇതിൻ്റെ കൂടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് തോക്ക്, അത് അവർ ആ റൈഫിൾ ക്ലബ്ബ് ആകുമ്പോൾ തോക്കുണ്ടാവുമല്ലോ, ആ തോക്കിൽ നിന്ന് വെടിവെക്കുമ്പോൾ റോസാപ്പൂ വരുന്നത്. അതാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അതിനെപ്പറ്റി ചർച്ചയില്ല. മറ്റേ അബുവിൻ്റെ സിനിമയല്ലേ? അതെ. ഇന്ന് ഇതിൻ്റെ കൂടെ ED എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറഞ്ഞൊരു പടം സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ വന്നിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് കൂടി പ്രൊഡ്യൂസറായ ഒരു പടമാണത്. ആദ്യമായിട്ട് പ്രൊഡക്ഷനിൽ പോസ്റ്റ് ഇട്ടത് കേട്ടു. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഈ ഉണ്ണി മുകുന്ദനെ കുത്തിയിട്ടാണ് പോസ്റ്റ്. എൻ്റെ സിനിമയിൽ
വയലൻസ് ഇല്ല, കൊലപാതകമില്ല, ആരെയും വെട്ടുന്നില്ല, ഇത് വന്ന് കാണുക, ചിരിച്ചിട്ട് പോകാം എന്ന് പറയുന്നൊരു പോസ്റ്റ്. ഒരു വക്കീല്, ഹിന്ദുത്വ വക്കീല്, മറ്റേ സ്വപ്ന സുരേഷിൻ്റെ ഒക്കെ വക്കീലായിരുന്ന അദ്ദേഹം ഉണ്ണി മുകുന്ദൻ ജിഹാദികളുടെ കൂടെ ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ വക ഒരു പോസ്റ്റ്. ഉണ്ണി ഓരോരോ ക്രിമികടിയാണ്. കാരണം ഉണ്ണി മുകുന്ദൻ്റെ ഈ സിനിമ ഹനീഫ് അദാനി അതേനി അത് നല്ല ആക്ഷൻ സിനിമ എഴുതിയിട്ടുള്ള അതിമനോഹരമായി സിനിമ എടുക്കാൻ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഉണ്ണി മുകുന്ദന് ഒരു പ്രൊഡ്യൂസർ കിട്ടി. ഞാൻ മനസ്സിലാക്കുന്ന ഈ സിനിമയിൽ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ഏറ്റവും മികച്ച ഒരു ദൃശ്യാവിഷ്കാരം നടത്തിയൊരു സിനിമയാണ് ഈ സിനിമ. അതിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ പ്രൊമോഷനാണെന്ന് പറയണ്ട. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാതെ പണമിറക്കാനുള്ള ഒരു പ്രൊഡ്യൂസർ വന്നു. ഇതിനു മുമ്പ് മമ്മൂട്ടിയുടെയൊക്കെ അതിമനോഹരമായ ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതേനി മലയാളത്തിലെ ചെറുപ്പക്കാരിൽ ഒരു വേണമെങ്കിൽ ഷാജി കൈലാസിൻ്റെയും ഒക്കെ ജോഷിയുടെയൊക്കെ അടുത്ത ജനറേഷനിൽ നിൽക്കുന്ന ഒരു ആക്ഷൻ സിനിമ ഡയറക്ടറാണ്. അത് മനോഹരമായി സിനിമ ഇറക്കി. ഉടനെ അവരെ പിടിച്ചിട്ട് അവരുടെ മതം പറയുന്നു. മുസ്ലിമായ അവരെ എല്ലാം ബഹിഷ്കരിക്കണം എന്നാണോ ഇതുപോലത്തെ വക്കീലന്മാർ പറയുന്നത്? അതെ അതെ. അതെങ്ങനെയാണ് അയാൾ ഭീകരവാദി ഒന്നും അല്ലല്ലോ. അല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ചില ആളുകൾക്ക് തലയ്ക്കകത്ത് കയറിയിരിക്കുക മുസ്ലിം പേരുകളെ പാടില്ല. നമ്മളൊക്കെ ഇടയ്ക്ക് ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട്. നമ്മൾ മുസ്ലിമുകളെ അല്ല വിമർശിക്കുന്നത്, നമ്മൾ ജിഹാദിത്തത്തെ വിമർശിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാണ് മുസ്ലിങ്ങളൊക്കെ, നമ്മുടെ സഹോദരങ്ങളാണ്. അവരോട് സഹവർത്തിക്കുകയും അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും എല്ലാവരും ഒരുമിച്ച് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹമുള്ളൂ, അല്ലേ? അതിൽ നിന്ന് ഈ വക്കീൽ എന്താ പറയുന്നത്? ഉണ്ണി മുകുന്ദൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും മുസ്ലിമുകളായി പോയതുകൊണ്ട് ജിഹാദികളുടെ കൂടെ പോയി. ഈ എന്ത് പറയുന്നത്? ഈ മിഖായേൽ എന്ന് പറഞ്ഞ നേരത്തെ ഒരു സിനിമ വന്നിരുന്നു. അതിലെ കഥാപാത്രങ്ങളുടെ പേരുകളും ഒക്കെ തന്നെയാണ് ഇതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിഖായേൽ ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ സിനിമ വരുന്നത്. അത് ശരി. ഈ സിനിമ ഈ 18 വയസ്സുള്ളവര് കണ്ടാ മതി, സർട്ടിഫിക്കറ്റ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിന്റെ പ്രൊഡ്യൂസറും പറയുന്നുണ്ട് മനസ്സിന് കട്ടിയുള്ളവര് പോയി കണ്ടാൽ മതി, ബുദ്ധിമുട്ടുള്ള ആളുകൾ പോകണ്ട. എനിക്ക് വേറൊരു ചോദ്യമുണ്ട്. ഈ ഷാജി കൈലാസിന്റെ പേര് പറഞ്ഞല്ലോ. മോഹൻലാൽ ഈ സാധാരണ ഗതിയിൽ നമ്മൾ കാണുന്ന നായകന്മാരല്ലാത്ത ആൻറ്റി ഹീറോ ആയിട്ടുള്ള കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അടിയും ഇടിയും കൊടുക്കുന്ന ഒരു ഗുണ്ട മോഡലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നായകനായിട്ട് അങ്ങനത്തെ പ്രതിനായക കഥാപാത്രം ഒരുപാട് സിനിമകൾ വന്നു. അതുകൊണ്ട് ഈ നാട്ടിൽ മുഴുവൻ ഗുണ്ടകളുണ്ടായോ? ഞാനിപ്പോൾ പെട്ടെന്ന് ആലോചിക്കുന്നറിയോ, ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ സിനിമ വന്നു. അതിഭീകരമായ വയലൻസും ബലാത്സംഗവും ഉണ്ട് അതിനകത്ത്. അപ്പോൾ വയലൻസ് ആരും പറഞ്ഞില്ല. അതിനു മുമ്പ് സമാനമായ കഥ പറയുന്ന സിനിമ ശൂരരെ പോട്ടറോ അങ്ങനെ മറ്റോ, സൂര്യയുടെ സിനിമ. അതായത് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഗ്യാങ് നാട്ടിൽ വന്നിട്ട് ആളുകളെ കൊല്ലുന്ന സിനിമ. തമിഴിൽ സൂപ്പർ ഹിറ്റാണ്, മലയാളത്തിൽ ഡബ്ഡ് വെർഷനുണ്ട്, ഇപ്പോഴും OTT ലഭ്യമാണ്. എത്ര പേരെ എത്ര മൃഗീയമായാണ് കൊല്ലുന്നത്. ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു ഗ്രാമത്തിലൊക്കെ ആളുകളെ പിടിക്കുന്ന അത് തന്നെ മറ്റേ സൂര്യയുടെ സിനിമ. അതൊരു ടെക്നിക്കലി ഗംഭീര സിനിമയാണ്. ഞാൻ പറയുന്ന ഇത്തരം സിനിമകളൊക്കെ വിക്രം വന്നപ്പോഴോ, അല്ലെങ്കിൽ ഞാൻ പേര് മറന്നു, രജനീകാന്തിന്റെ ആ സിനിമ, രജനീകാന്തിന്റെ സിനിമ കണ്ടിരിക്കാൻ പറ്റില്ല, അത്ര ഭീകരമായ കൊലപാതകങ്ങളാണ്. അപ്പോൾ ആരും പറഞ്ഞില്ല. ഇന്ത്യൻ പോലെയുള്ള ഇന്ത്യൻ വന്നില്ലേ കമലഹാസന്റെ? ഇത് ഞാൻ പറഞ്ഞ ഏറ്റവും അവസാനം രജനീകാന്തിൻ്റെ സിനിമയ്ക്കകത്ത് വില്ലൻ നമ്മുടെ വിനായകനാണ്. ആളുകളെ ആസിഡ് മുഖ്യം കൊല്ലുകയാണ്, ചുറ്റിയൊക്കെ തലക്കടിച്ച് കൊല്ലുകയാണ്. അപ്പോൾ എന്താ നിലവിളി ഉണ്ടാവായിരുന്നത്? അടുത്ത കാലത്ത് 2 സിനിമകൾ ഇവിടെ വന്നത് എന്തോ കാരണവശാൽ ഇതിൻ്റെ അകത്ത് സാദൃശ്യമുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും അവസാനം വന്ന ആ ബേസിൽ ജോസഫ് അഭിനയിച്ച സിനിമ, അതിൻ്റെ അകത്ത് ഈ സൂക്ഷ്മദർശിനി, അതിന്റെ ഇഷ്ടപ്പെട്ടില്ല. അത് അല്ല ഞാൻ പറയുന്ന, അതിൻ്റെ അകത്ത് ഈ സിദ്ധാർത്ഥൻ ആളുകളുടെ ചോരയൊക്കെ വെച്ചിട്ട് ഇത് ഒരു ക്ലോസറ്റിൽ കൂടി ഒഴുക്കിക്കളയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. സമാനമായ രംഗങ്ങൾ വേറെ അതിന് മുമ്പത്തൊരു സിനിമയിലും വന്നിട്ടുണ്ടായിരുന്നു. ഈ മറ്റേ കിഷ്കിന്ധാകാന്ഡത്തിൽ ഏതാണ്ട് ഇത്തരം രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾക്ക് കാണാതിരിക്കാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. A സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ്.
അത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സെൻസർ അല്ല, ഈ മലയാളത്തിൽ സമീപകാലത്ത് ചില സിനിമകൾ പേരൊന്നും അതിലൊക്കെ നഗ്നത കാണിക്കുന്ന സിനിമയുണ്ട്. മലയാള സിനിമയിൽ നഗ്നതയുടെ പൂക്കാലമോ എന്ന് പറഞ്ഞ് എന്താ ചാനൽ ചർച്ച ചെയ്യാത്ത? അതെ, ഇപ്പോൾ കാനിലൊക്കെ പോയൊരു സിനിമയിൽ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി ചർച്ചയില്ല. ഉണ്ണി മുകുന്ദൻ വന്നു കഴിഞ്ഞപ്പോൾ മാത്രം ചർച്ച. അതെ, അതൊന്ന് ഈ ചർച്ച അത്ര നിരുപദ്രവമല്ല. ഇത് സാങ്കേതികമായി ശരിക്കൊരു ഹോളിവുഡ് സിനിമ കാണുന്നത് പോലെയൊക്കെ. അതെ അതെ അതെ, ഹോളിവുഡ് സിനിമയിൽ അതായത് ഒരു ഉണ്ണി മുകുന്ദന് ഒരു ഇടി ഇടിച്ചാൽ ആ ഇടി നമുക്ക് കൊള്ളുന്ന പോലെ ഫീൽ ചെയ്യും. അത്ര ടെക്നിക്കൽ പെർഫെക്ഷനിൽ അതുപോലെ BGMഉം ഒക്കെ ചേർത്തിട്ടാണ് ഈ സിനിമ. പിന്നെ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യു ഒരു ഗംഭീര വില്ലനായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. ഒരു പുതിയ ആളെ കൂടി സിനിമ. നമ്മൾ ഒരുപാട് പറഞ്ഞാൽ ഈ സിനിമയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് അല്ല, നമ്മൾ പ്രൊമോഷനൊന്നുമല്ല, ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. പക്ഷേ ഒരു സിനിമ വന്ന് ആ സിനിമ വിജയിക്കുകയും ഇവിടെ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാതെ സമാജം സ്റ്റാർ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച ഒരു നടൻ്റെ സിനിമ പാൻ ഇന്ത്യ ലെവലിൽ വലിയ ടെക്നിക്കൽ പെർഫെക്ഷനുള്ള സിനിമ വരുന്നു. അതിനകത്ത് എല്ലാ സിനിമകളിലും ഈ സമീപകാലത്ത് ഇറങ്ങുന്ന സിനിമകളിൽ വയലൻസ് ഇല്ലാത്തൊരു സിനിമയും ഇല്ല എന്നിരിക്കെ ഈ സിനിമയെക്കുറിച്ച് മാത്രം ഇപ്പോഴും ചാനലിൽ ചർച്ച നടക്കുകയാണ്. ഒരു ചാനൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണപ്പെടുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ചാനൽ എന്തിനീ കൊലവറി എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് ഈ സിനിമയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്ത് അവർക്ക് വേണേൽ പറയാം. ഞങ്ങൾ ഈ ജോണറിൽ വന്ന പഴയ സിനിമകളുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ പറയുന്നുണ്ട്, ആ സിനിമ ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ അജണ്ട കൃത്യമാണ്. ഒരു സിനിമ വിജയിക്കുന്നു, അതിലെ നായകനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി അയാളെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമം. ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ലെന്നല്ലേ പറയുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ മുമ്പ് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ കണ്ടൊരു സിനിമയുടെ പേരിപ്പോൾ ഓർക്കുന്നില്ല. അതിൻ്റെ അകത്ത് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ കൊലപാതകം നടക്കും. ഇത് ഫിലിം ഫെസ്റ്റിവലിൽ വന്ന പടമാണ്. പക്ഷേ ഈ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നുസ്രത്ത് ഫത്തേ അലി ഖാനാണ്. ഈ സൂഫി മ്യൂസിക് ഇല്ലേ, ഇതാണ് ഈ കൊലയുടെ സീനിലൊക്കെ വരുമ്പോൾ സൂഫി മ്യൂസിക്കാണ് പശ്ചാത്തലം. നമ്മുടെ ഷാജി കൈലാസിൻ്റെ ഷാജി കൈലാസ് ആണെന്ന് തോന്നുന്നു. പത്രം സിനിമയിൽ NF വർഗീസിൻ്റെ കഥാപാത്രം വില്ലൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ഏറ്റവും ക്രൗര്യം നിറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ ഹിന്ദുസ്ഥാനി സംഗീതമാണ് ഇങ്ങനെ പശ്ചാത്തലത്തിലുള്ളത്. ഈ നുസ്രത്ത് ഫത്തേ അലി ഖാൻ്റെ അതിഭീകര വയലൻ്റ് പടമാണത്. ഈ മ്യൂസിക് കൊണ്ട് അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസം വരുത്തിയിട്ടുമുണ്ട്. മനഃപൂർവ്വം ചെയ്തതായിരിക്കും. അതെ അതെ. ഏതായാലും ഇതൊരു അനാശാസ്യമായ കാര്യമാണ്. ഇഷ്ടമില്ലാത്ത ഒരാൾ, അയാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ കുറ്റം, അയാൾ ഇലക്ഷൻ മത്സരിച്ചാൽ കുഴപ്പം, അയാൾ മത്സരിച്ച് ജയിച്ചാൽ കുഴപ്പം, അയാൾ മന്ത്രിയായ കുഴപ്പം എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരാൾ അഭിനയിക്കുന്ന ഒരു സിനിമ വിജയിച്ചാൽ, ഒരുപക്ഷെ അയാൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയാൽ, ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ ഞങ്ങൾക്ക് സഹിക്കത്തില്ല എന്ന് ചിലർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അതാണ് ഈ ചർച്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.